നമ്മളീ കാണുന്നത് ഒരു മീനിൻ്റെ പൂവാണ്. അപ്പോൾ നേരത്തേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തല കട്ട് ചെയ്ത് ദൂരോട്ട് എറിഞ്ഞോളാം കേട്ടോ. ഒരു ഉപയോഗമില്ലാത്തൊരു സാധനമായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2 മാസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വിഴിഞ്ഞം ഐസ് പൊടിക്കുന്ന ആ പരിസരത്ത് ആ ഷെഡിന് അവിടെ ഇട്ട് ആ മീനിൻ്റെ ആ തലഭാഗം വരെ അവിടെ ഇട്ട് കട്ട് ചെയ്ത് അതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ് ഒരു അമ്മച്ചി കേട്ടോ. അപ്പോൾ നേരത്തേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ കടപ്പുറത്ത് ഇട്ട് തന്നെ അതിനെ കട്ട് ചെയ്ത് തല ആ കടലിലേക്ക് എറിഞ്ഞു കളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കൂട്ടുകാർക്ക് പരിചിതമായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്ന സാധനം കണ്ട, ഇത് തിരണ്ടിയാണ് കേട്ടോ. പക്ഷേ ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ തിരണ്ടി എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇതാണ് യഥാർത്ഥ സാധനം, കണ്ണൻ തിരണ്ടി. അപ്പോൾ ഇത് നേരത്തേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തല സൈഡ് കട്ട് ചെയ്ത് ദൂരോട്ട് എറിയുന്ന കാഴ്ചയൊക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും. അതിൻ്റെ മീറ്റുകൾ മാത്രമായിരുന്നു നേരത്തേക്ക് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ യാദൃശ്യമായിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു അമ്മച്ചി അവിടെ ഇരുന്നിട്ട് അതിൻ്റെ പൂവൊക്കെ മെനക്കെട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തേക്ക് ഒരു വിലയില്ലാത്ത സാധനമായിരുന്നു, ഇതിനെയൊക്കെ ദൂരോട്ട് എറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇതെന്താണ് ഈ അമ്മച്ചി ഇതെടുത്ത് മാറ്റുന്നതെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന ആളെ കയ്യിൽ നിന്ന് വേറെ ഒരാളാണ് ഇതിൻ്റെ തലേനെ ചോദിച്ച് ഈ അമ്മച്ചി വിട്ട് ഈ ജോലി ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറയാം, അമ്മച്ചിക്ക് ക്യാഷ് കൊടുക്കും, അതിൻ്റെ ജോലിക്കൂലിയൊക്കെ കൊടുക്കും. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു തന്നത്, ഇത് ഉണക്കി നല്ല റേറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പൂവെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ദാണ്ട് ഈ കാണുന്ന തലഭാഗം എറിഞ്ഞ് കളയുമെന്ന് നോക്കിയപ്പോൾ അതും ഇല്ല കേട്ടോ. അതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വേറെ ഒരു ചേച്ചി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയും കണ്ടതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചന്തയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തല വാങ്ങാൻ ആൾക്കാരവിടെ ഉണ്ട്, സൂപ്പൊക്കെ വയ്ക്കാനായിട്ട് അടിപൊളി സാധനമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസമല്ല ഞാൻ കണ്ടത് കേട്ടോ, 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെയാണ് ഈ അമ്മച്ചി പൂവിനെടുത്ത് കൊടുക്കുന്നുണ്ട്, ആ തല കട്ട് ചെയ്ത് ആ ചേച്ചി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണക്കിക്കഴിഞ്ഞാൽ നേരത്തേക്ക് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ സ്രാവിൻ്റെ ആ പറക്ക് എന്ന് പറയുന്ന സാധനമില്ലേ, ചിറകുകൾ, പറക്ക്, വാല്, ഇതൊക്കെ ഉണക്കുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായ രീതിക്കാണ് അവർ ഉണക്കിയെടുക്കുന്നത്. കണ്ട, ഇതാണ് ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ദിവസമെങ്കിലാകും കേട്ടോ. ഇത് നല്ല ഉണക്ക് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 3 ദിവസമെങ്കിലാകുമെന്നാണ് നമ്മുടെ അമ്മച്ചി പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചായിരിക്കും കേട്ടോ ഇതിൻ്റെ ഉടമസ്ഥർക്ക് അവർ കൊടുക്കുന്നത്. ഇത് എടുക്കാനായിട്ട് ആൾക്കാർ ഇവിടെ തന്നെ വന്ന് എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തേക്ക് എന്താണ് ഈ തിരണ്ടി മീൻ്റെ തല വെട്ടിക്കളയുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കര മെനക്കെട്ട ഒരു ജോലിയാണ് കേട്ടോ. ഇതിൻ്റെ പൂവൊക്കെ എടുത്തുകൊണ്ട് ഇതുപോലെ ഉണക്കി അതിനെ പാക്ക് ചെയ്യാനും അതുപോലെ ഇതിൻ്റെ ആൾക്കാരെ വിളിച്ചതിനെ കൊടുക്കാനൊക്കെ നല്ല ജോലിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മച്ചി മാത്രമല്ല, നമ്മുടെ സജിത്ത് എന്ന് പറയുന്ന നമ്മുടെ സഹോദരനും അതിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ സ്രാവിൻ്റെ മീറ്റും അതുപോലെ പറക്ക്, ചിറകളൊക്കെ ഉണക്കുന്ന കാഴ്ചയാണ്. ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നേരത്തെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.